നമസ്കാരം. മാന്യ TCV പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ മൈ ബോസിൻ്റെ ഡയറക്ടർ ജിത്തു ജോസഫാണ്. അപ്പോൾ നമുക്ക് മൈ ബോസിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇനി അങ്ങോട്ട് പങ്കുവയ്ക്കാം. May I come in, madam? So you're my new assistant? Yeah. Yes. എനിക്ക് വെസ്റ്റേൺ കൾച്ചറൊക്കെ വലിയ താല്പര്യമാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ, മ്യൂസിക്, ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജോലി സമയത്ത് ജോലി എടുക്കണം, അല്ലാതെ അതിനിടയ്ക്ക്. ബട്ട് മാഡം, ഐ എം എ വെർജിൻ. അയ്യോ തുറക്കല്ലേ! ഈ ബോസ് എന്ന് പറയുന്ന വർഗത്തിന്റെ ഈഗോ ഒരിക്കലും അവരുടെ തെറ്റ് അംഗീകരിച്ച് തരില്ല. ഞാനത് എപ്പോഴേ മറന്നു. എനിക്കൊരു പണി കിട്ടി. നിനക്കല്ല, നീ ജനിച്ചപ്പോ മുതൽ എനിക്കാ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് നടന്ന് നീ മറന്നിട്ടില്ലെങ്കിൽ നിനക്ക് നിന്റെ അമ്മയുടെ ദുഃഖം മനസ്സിലാവും. എനിക്കൊരു 500 രൂപ വേണം. ഞാൻ മാത്രം എന്തിനാ ഒഴുക്കിനെതിരെ നീന്തുന്നത്? അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക, അത്രേ ഉള്ളൂ. If you touch me, I will kill you. മൈ ബോസ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ ഉദയം വളരെ മമ്മിയാൻമിക്ക് ശേഷം ഇറങ്ങിയ കഴിഞ്ഞ സമയത്ത് ഇഷ്ടു ചേട്ടൻ എന്നെ ഞങ്ങൾ ആദ്യമായിട്ടൊന്ന് ഫോൺ കിടങ്ങനെ വിളിച്ചു. മമ്മി എന്നോട് പറഞ്ഞു, മമ്മിയാൻമി നന്നായിട്ടുണ്ട്, നന്നായിട്ട് പ്രൊമോഷനൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പം എന്നെ അദ്ദേഹം വിളിച്ചു. എറണാകുളത്ത്, ഞാനിവിടെ എറണാകുളത്ത് ആണ്. അപ്പം എറണാകുളത്ത് ഞാൻ ഫ്ലാറ്റിലുണ്ടോ, ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നു. അവിടെ ചെന്നു അദ്ദേഹം ചോദിച്ചു, എനിക്കൊരു പ്രൊജക്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, അങ്ങനെ സംസാരിച്ച് പുള്ളി പറഞ്ഞു ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന്. ഞാൻ സബ്ജക്റ്റ് പറഞ്ഞു. അപ്പം ആദ്യം ദിലീപ് ജി എൻ്റെ ഇല്ലായിരുന്നെന്ന് വെച്ചാൽ ദിലീപ് ജി എനിക്ക് ഡേറ്റും തരില്ലായിരിക്കും, എനിക്കറിയില്ലല്ലോ. കാരണം നമ്മൾ അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ദിലീപുമായിട്ടൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ദിലീപിൻ്റെ കാര്യസ്ഥൻ്റെ സെറ്റിൽ പോയി കണ്ടു, കഥ പറഞ്ഞു. ആ കഥ അത് ദിലീപിന് ഇഷ്ടമായി, വർക്ക് ചെയ്യാൻ പറഞ്ഞു. അത് മൈ ബോസ് എന്ന പ്രൊജക്റ്റ് ഉണ്ടായത്. പിന്നെ മൈ ബോസ് എന്ന് പറഞ്ഞ കഥയുണ്ടായത്. ഇപ്പോൾ ഞാനിത് ഇപ്പോൾ പല ചാനലിലും ഞാൻ പറയുന്നുണ്ട്. ഈ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. എന്നെ ഈ സബ്ജക്റ്റ് ഒരു ഇംഗ്ലീഷ് സിനിമ തന്നെ ഇൻസ്പയർ ചെയ്തതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ അതിൻ്റെ ഒരു തോട്ട് എടുത്തു, അല്ലെങ്കിൽ ഒരു ബേസിക് സാധനം എടുത്തു. ഞാൻ എൻ്റെതായ രീതിയിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ ചിലയിടത്തൊക്കെ ഭയങ്കരമായ വിമർശനം വന്നു, ഇത് ഫ്രെയിം ടു ഫ്രെയിം കോപ്പിയാണെന്ന് പറഞ്ഞു. അത് ഈ 2 സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, ഫ്രെയിം ടു ഫ്രെയിം കോപ്പി. പിന്നെ മാത്രമല്ല, ഇത് ആ ഒരു സിനിമ മാത്രമല്ല, ഇതിനകത്ത് ചില ക്യാരക്ടറൈസേഷൻ എനിക്ക് റിയൽ ലൈഫിൽ നിന്ന്, ഇപ്പോൾ സായിയേട്ടൻ്റെ ക്യാരക്ടർ റിയൽ ലൈഫിൽ നിന്ന് ഞാൻ ഇൻസ്പയർ ചെയ്താൽ. ഞാൻ കണ്ടിട്ടുള്ള ഒരാളുണ്ട് അങ്ങനത്തെ ഒരു അച്ഛൻ. മമതയുടേത് ഈ പറഞ്ഞ പോലെ വേറൊരു ഇതിൽ നിന്ന് ഞാൻ ഇൻസ്പയർ ചെയ്ത ഒരു ക്യാരക്ടർ, ഒരു ഇംഗ്ലീഷിലെ ഒരു ക്യാരക്ടർ ഞാൻ കണ്ടത് ഇൻസ്പയർ ചെയ്തു. ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മൾ ഈ പറഞ്ഞ ഇതിനകത്തൊരു മെസ്സേജുള്ള ഒരു സബ്ജക്റ്റായിട്ട് ഇതിനെ കോർത്തിണക്കി ഞാനിത് മൈ ബോസ് ആക്കി ഒരു സിനിമയാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ചിലരതിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അവിടെ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ അവസരം അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ്. ഇപ്പോൾ ഈയിടെ ഇതുപോലെ ഒരാളെന്നോട് പറഞ്ഞു, ഒരു സിനിമ അത് ആ കൊറിയൻ സിനിമയുടെ കഥയുടെ ഒരു തോട്ട് എടുത്തിട്ട് അവർ വർക്ക് ചെയ്തേക്കുന്നത്. ഞാൻ ചോദിച്ചു, എക്സാക്ട്ലി അങ്ങനെയാണോ? പക്ഷെ അതല്ല. പക്ഷെ അതിന് നമുക്കെന്താണ്, നമ്മളാരും അത് കാണാൻ പോകുന്നില്ല. അത് കണ്ടിട്ട് ഇവിടെ നല്ലൊരു സിനിമ ജനിക്കുന്നെങ്കിൽ, പ്രേക്ഷകർക്ക് നല്ലൊരു സിനിമ കിട്ടുമെങ്കിൽ കിട്ടട്ടെ. നമ്മൾ അതിനെക്കുറിച്ച് ചെയ്യുന്നതന്നെ. ഇപ്പം ഡിറ്റോ കോപ്പി, ഇപ്പം ഞാൻ പറയാം, അതിനോട് എനിക്ക് താല്പര്യമില്ല. ഫ്രെയിം ടു ഫ്രെയിം കോപ്പി ചെയ്യുന്നതിന് നമ്മളൊരു എഫേർട്ട് ഇതിനകത്തുണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അപ്പോൾ ഇപ്പോൾ ഈ സിനിമ
തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി പേര് എന്നെ വിളിച്ച് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അതെനിക്കൊരു ഞാൻ ഇപ്പോൾ വല്ലാത്തൊരു അനുഭവമായി പോയി കേട്ടോ. ഭയങ്കര താങ്ക്സ് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു താങ്ക്സ് എന്തിനാ? അല്ല സാർ ഒരു സുഖമായിരുന്നു, ഞങ്ങൾ 2.5 മണിക്കൂർ ഇത് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു ഇത് നമുക്ക് കുറച്ച് പേർക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. അപ്പം അത് ഒരു വലിയൊരു ഇതായിട്ട് ഘോരഭാവമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഈ കഥ എങ്ങനെ ഉത്ഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. ഇത് വേറെ രീതിയിലൊക്കെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അതിനകത്ത് ഈ ഫ്രെയിം ടു ഫ്രെയിം കോപ്പി എന്ന് പറയുന്നതിനാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതൊരു ഹ്യൂമർ സിനിമയായിട്ട് നമ്മളൊരു ഫുൾ എൻ്റർടൈനറായിട്ട് സിനിമയായിട്ട് നമ്മളിത് പ്ലാൻ ചെയ്തു. അപ്പോഴും എല്ലാവരും ഹ്യൂമർ വർക്കൗട്ടായാൽ സിനിമ രക്ഷപ്പെടും, അത്രേ ഉള്ളൂ. ഈ സിനിമ വലിയൊരു പ്രഡിക്റ്റബിൾ കഥ, ഒരു സിമ്പിൾ കഥ, ഒത്തിരി കേട്ടുമെടുത്ത കഥ. പക്ഷെ നമ്മളൊരു പുതിയ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഒരു ചാനലിലോ ആരാലോ ഏതൊരു ഇതിലെഴുതി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ആണ്. പക്ഷേ അത് വളരെ ഡിഫറെൻ്റായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് വന്ന റെസ്പോൺസ് കേട്ടപ്പം പിന്നെ ഫേസ്ബുക്കിലൊക്കെ നല്ല റിവ്യൂസ് വന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി സംഭവം കുഴപ്പമില്ല. പക്ഷേ ഒരു അന്നത്തെ സെക്കൻഡ് ഷോ ആയതോടുകൂടി ആ ദിവസത്തെ സെക്കൻഡ് ഷോ ആയപ്പോഴത്തേക്കും ഒരുമാതിരി ഫുൾ ഹൗസ് ആയി, ഒരു 80% തിയേറ്ററുകളിലും. പിന്നീട് തിയേറ്ററുകാരെന്നെ വിളിക്കാൻ തുടങ്ങി. അവർ വിളിച്ച് പറഞ്ഞത് ഇതാണ്, ജിത്തു ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈ ഫാമിലി 2ാം ദിവസം ഇടിച്ചു കയറി വരുന്നതിൻ്റെ കാര്യം എന്താണ്. കാരണം ഒരു ഫാമിലി സിനിമയ്ക്ക് സാധാരണഗതിയിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, പ്രത്യേകിച്ച് ഒരു ദിലീപ് പടമാണ്, തിരക്കുണ്ടാവും. അപ്പോൾ പക്ഷേ ഇതാ ഇടിക്കാത്ത ഫാമിലി ഇടിച്ചു കയറുകയാണ്. അപ്പം എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. ആ ഞെട്ടലും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ. അതുകൊണ്ട് തന്നെ പടം സൂപ്പർ ഹിറ്റാന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല, എല്ലാവരും അതാ പറയുന്നത്. ഞാൻ ഈയിടെ ചോദിച്ചു, എന്നെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രൊമോഷനിന് എന്നോട് ചോദിച്ചു നോക്കി, ഇതിനെന്തിനാ പ്രൊമോഷൻ? ഇവിടെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പടം അവരെ ഏറ്റെടുത്തു, പിന്നെ എന്തിനാണ് പ്രൊമോഷൻ? ഞാൻ പറഞ്ഞു അതല്ല, നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യണ്ടേ. തീർച്ചയായിട്ടും അതിൻ്റെ ഒന്നാന്തര ഉദാഹരണം മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന സിനിമ. ഈ 2010 വരെയുള്ള ഒരു കുറച്ച് പുറകോട്ട് ചിന്തിച്ചാൽ അന്ന് മെയിൻ സ്റ്റാർസിൻ്റെ പടം മാത്രമേ ഓടുന്നുള്ളൂ. അതിനൊരു ഈ അടുത്ത കാലത്തൊരു ബ്രേക്ക് ചെയ്ത പടം മമ്മി ആൻഡ് മീ. അതിനു മുമ്പുണ്ട് രാംജിറാവു ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാലഘട്ടത്തിന് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ആ ബ്രേക്ക് ഉണ്ടാക്കി. പക്ഷേ അന്ന് ഞാൻ യൂസ് ചെയ്ത പോസ്റ്റേഴ്സ്, എൻ്റെ ട്രെയിലേഴ്സ്, ആ ട്രെയിലറിനകത്ത് ചെറിയൊരു ട്രെയിലർ ക്ലിപ്പിനകത്ത് ഡയലോഗ് കേട്ട് ഫേസ്ബുക്കിൽ ഒരു പയ്യൻ ഫേസ്ബുക്കിലല്ല വേറെ ഇതിലോ ഏതൊരു സോഷ്യൽ സൈറ്റിൽ എഴുതിയൊരു ഡയലോഗ് ഞാൻ വായിച്ചു. ഇതിൻ്റെ മമ്മി ആൻഡ് മീയുടെ ട്രെയിലർ കേട്ടു. അതിനകത്തെ ഡയലോഗ് എൻ്റെ വീട്ടിൽ അമ്മയും എൻ്റെ സഹോദരിയും കൂടെ തമ്മിൽ എപ്പോഴും പറയുന്നതെന്ന് ഒരു കൗതുകത്തോടെ അവൻ എഴുതി. അപ്പോൾ അത് കേട്ടപ്പോൾ അയാൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ സിനിമ എന്ന് കാണണമെന്ന്. അതുപോലെ തന്നെ ഈ പല ഡയലോഗുകളും ഈ അമ്മമാരും പെൺമക്കളും കേട്ടപ്പോൾ മനസ്സിലായി ഇത് ഞങ്ങളുടെ സിനിമയാണ്. അതുകൊണ്ട് ഈ മമ്മി ആൻഡ് മീക്കും എനിക്ക് അതുപോലെ ആദ്യം തന്നെ ഫാമിലി ക്രൗഡിനെ കിട്ടി. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് ആണ്. ഇങ്ങനൊരു സിനിമ വരുന്നു, ഇങ്ങനെ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് എനിക്കിപ്പം ഇവിടെ ചില നിയമങ്ങളുണ്ട്, അതൊക്കെ മാറ്റണം. ഈ പത്രത്തിലെ പരസ്യം കൊടുക്കുന്നതിന് ചില റെസ്ട്രിക്ഷൻസ്, ഇത്ര സൈസേ പാടുള്ളൂ. നമ്മളൊരു കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു പ്രൊഡ്യൂസർ ഒരു പടം എടുത്തിട്ട് അതിന് ആ റെസ്ട്രിക്ഷൻസ് വെക്കുക എന്ന് പറഞ്ഞാൽ മൈബോസിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊഡ്യൂസർ ഈ സുരേഷ് വിജയൻ സാറ് ഇതിൻ്റെ ഒരു ഉസ്താദാണ്. എങ്ങനെ ഇത് മാർക്കറ്റ് ചെയ്തെടുക്കുക എന്ന് അദ്ദേഹം പല പരിപാടികൾ നടത്തി അത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് പടം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ സൈഡിൽ നിന്നുള്ള പ്രൊമോഷൻ ഇത് വന്നത്. അതിനകത്ത് ഞാൻ ഈ സോഷ്യൽ സൈറ്റിനകത്തൊക്കെ പിന്നെ ഞാൻ ഒത്തിരി അതിനകത്ത് ഇരിക്കുന്ന ഒരാളുമല്ല, എങ്കിലും ഞാൻ കുറേ ഇരുന്നൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളത് ചെയ്തിട്ടുണ്ട്. വളരെ വലുതാണ്. കാരണം ഞാൻ തുടക്കത്തിൽ തന്നെ ഡിക്റ്റേറ്റീവ് മമ്മി ആൻഡ് മീയൊക്കെ ഫുൾ എഡിറ്റഡ് സ്ക്രിപ്റ്റുമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ദിലീപ് ജിയുടെ പല പടങ്ങളും സ്ക്രിപ്റ്റ് സെറ്റിലിരുന്നും ഇങ്ങനെയൊക്കെ എഴുതുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ഇത് ഞാൻ ചെന്ന് സംസാരിച്ചപ്പോഴേ ദിലീപ് ജി ആദ്യം പറഞ്ഞത്, ഭായി നമുക്ക് ഫുൾ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യം, സന്തോഷം.
ഞാൻ ഫുൾ സ്ക്രിപ്റ്റുമായിട്ട് വന്നു, വായിച്ചു. അതിനകത്ത് പുള്ളി ചില സജഷൻസ് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ചിലത് പ്രശ്നം തോന്നി, ഞാൻ അതിനിപ്പോൾ ഇങ്ങനെ പ്രശ്നം എന്നാൽ അത് വേണ്ട. അപ്പോൾ പുള്ളി പറഞ്ഞ നല്ല സജഷൻസ് നമ്മൾ സ്വീകരിച്ചു. അത് നമ്മൾ പക്ക ഒരു എഡിറ്റർ സ്ക്രിപ്റ്റാക്കി. പിന്നെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ സജഷൻ പറഞ്ഞു നല്ലതാണെങ്കിൽ അത് ആർട്ടിസ്റ്റിനെന്നല്ല, എൻ്റെ അവിടെ ചായ കൊടുക്കുന്ന പയ്യൻ വന്നിട്ട് പറയും സാറേ അത് അങ്ങനെയാണുള്ളത്, അത് നല്ലതാണ് ഞാൻ എടുക്കും. എന്തിനാ നമ്മൾ അതിൻ്റെ അകത്തൊരു ഈഗോ? പടം ടോട്ടൽ ഞാൻ പെർഫെക്റ്റ് അല്ല, അതാദ്യം മനസ്സിലാക്കുക. ഞാൻ എഴുതുന്നതെല്ലാം വലിയ ഇല്ല. നമുക്ക് പടം നന്നായി വരണം, നമ്മുടെ അൾട്ടിമേറ്റ് എയിം അതാണ്. അതിന് ആര് അതിനകത്ത് അഭിപ്രായം പറഞ്ഞാലും ഞാൻ സ്വീകരിക്കും. നല്ലതാണെങ്കിൽ പടത്തിന് ഗുണമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അതിൻ്റെ അത് ഞാനാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറി. ഞാനൊരു സ്ക്രിപ്റ്റിലൊരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്, ഇത് തന്നെ വേണം, ഇതിൽ നിന്ന് ഒരു അക്ഷരം അങ്ങോട്ട് മാറാൻ പാടില്ല. എനിക്കൊരു നിർബന്ധവുമില്ല, ആ അർത്ഥം കിട്ടണം. അൺലെസ് ആ പർട്ടിക്കുലർ ഡയലോഗ് പറയുന്ന ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ ഓക്കെ, ഇത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഭാഷയിൽ നിന്ന് അല്ലെങ്കിൽ ആദ്യയുതിയിൽ നിന്ന് ആ അർത്ഥം കിട്ടിയാൽ മതി. കുറച്ചുകൂടെ ചിലപ്പോൾ പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം അതായിരിക്കും. അതുപോലെ മൈ ബോസ് എന്ന് പറയുന്ന സിനിമ മമ്മി ആൻഡ് മീയൊക്കെ ശ്രദ്ധിച്ചറിയാം, ഞാൻ കുറച്ച് ലൂസ് ഫ്രെയിംസ് വെക്കുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിന് ഫ്രീഡം കൊടുക്കും. അല്ല ഞാൻ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് അവർ മൂവ് ചെയ്യട്ടെ, ഇത് ചെയ്യട്ടെ, പറയട്ടെ, അനങ്ങട്ടെ, തിരിയട്ടെ. ആ നാച്ചുറാലിറ്റിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇഷ്ടംപോലെ നാച്ചുറാലിറ്റികളുണ്ട്, ഒരുപാട് സീക്വൻസുകൾ. അതൊക്കെ താങ്കളുടെയാണോ അതോ ദിലീപായിട്ടും സ്വന്തമായിട്ടുള്ള ഒരു? അല്ല, ദിലീപ് ജി അതിനകത്ത് നമ്മളൊരു സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്തെങ്കിൽ പോലും നമ്മൾ അവിടെ വന്നിരുന്ന് സീൻസ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിക്കും, ബൈ ഇത് നമുക്ക് ഇങ്ങനെ കൂടെ പറഞ്ഞാലോ? പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയും ബൈ അത് വേണ്ട, ദിലീപ് ജി അത് വേണ്ട. അപ്പോൾ ദിലീപ് ജിയുടെ ഒരു സെൻറ്റൻസ് ഉണ്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ദിലീപ് ജി അത് വേണ്ട, അത് നമുക്ക് ബൈ ഞാൻ മുത്തും പവിഴവും കൂതറയൊക്കെ പറയും, നിങ്ങൾ അതിനകത്ത് നല്ലത് തിരഞ്ഞെടുത്തോളം കേട്ടോ എന്ന് പറയും. അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനകത്ത് നല്ലത് വരുമ്പോൾ നമ്മളത് എടുക്കുന്നു, ഇത് ചെയ്യുന്നു. അതങ്ങനെ അതിപ്പം ഷാജോൺ ആണെങ്കിലും ഷാജോൻ്റെ ബൈ നമുക്ക് ഇങ്ങനെ പറഞ്ഞു ചെയ്താലും. അച്ഛൻ മകനുമായിട്ടുള്ള ആ വഴക്ക്, ആ ഒരു ഇമോഷണൽ സീനുണ്ട്, അതിനകത്ത് ആ ഡയലോഗ് പറയുന്നതിൻ്റെ ഒരു ഓർഡർ ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടു. അപ്പോൾ സായിയേട്ടൻ എന്നോട് ചോദിച്ചു, ബൈ നമുക്കത് ഇങ്ങനെ പറയാതെ ഒന്നിങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞാലോ? അതായത് അതിനകത്ത് സിനിമ കണ്ടിട്ടുള്ളതുകൊണ്ട് അറിയാം, അതിനകത്ത് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയ പ്രകാരം ആദ്യം ദിലീപ് ജിയോട് ഫുൾ പറഞ്ഞ ശേഷമാണ് മമതയോട് സംസാരിക്കുന്നത്. ഇത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് മമതയിലേക്ക് പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അതൊന്ന് ഡയലോഗിൽ മാറ്റമൊന്നുമില്ല, ഒന്ന് ബ്രേക്ക് ചെയ്തു, അങ്ങനെ ചെയ്താലോ? ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ കൊള്ളാം. അപ്പോൾ അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് തിരിച്ചു വന്നു. നല്ലതാണെന്ന് തോന്നുന്നു നമ്മളെടുക്കും. സിനിമ ഒരു ടീം വർക്കാണ് ബേസിക്കലി, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളത് മനസ്സിലാക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. ഷാജോൺ വെരി ഫസ്റ്റ് ബിഗ് ഇതിൽ ഷാജോൺ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അത് കഴിഞ്ഞിട്ട് അത് വേറെ ചില സാങ്കേതിക കാരണങ്ങളാൽ വേറൊരു ആർട്ടിസ്റ്റിലേക്ക് അത് മാറി. പക്ഷെ അത് പിന്നീട് ആ ആർട്ടിസ്റ്റിന് അസൗകര്യം വന്നപ്പോൾ വീണ്ടും എന്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഷാജോൺ തന്നെ വെക്കാം, നമ്മൾ ആദ്യം ഇത് ആലോചിച്ചാലേ എന്ന് വെച്ചാൽ ഷാജോൺ തന്നെ വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷാജോൺ കഴിവുള്ള ഒരാളാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. ഒരു ഫ്രഷ്നെസ് കിട്ടണം, അതുകൊണ്ടാണ് ഞാൻ ഷാജോനെ മെയിനായിട്ട് ചെയ്തത്. കാരണം ഹ്യൂമർ ചെയ്യാനുള്ള കഴിവ് ഷാജോനുണ്ട്. അപ്പോൾ ഒരു ഫ്രഷ്നെസ് വേണം. ഇപ്പോൾ അത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ചില ഇമേജുകൾ ഉണ്ടാവാൻ പ്രശ്നമാകും. അതുകൊണ്ടാണ് ഞാൻ ഷാജോനെ കയറ്റിയിട്ട്. ഞാൻ ആ സിനിമ ചെയ്ത എല്ലാ ആർട്ടിസ്റ്റിനും സംതൃപ്തരാണ്. എല്ലാവരും, പയ്യന്, ചേച്ചി, അമ്മയൊക്കെ ഒരു ലേഡി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ആ മുത്തശ്ശിയൊക്കെ ഞങ്ങൾക്ക് എന്ത് ഇഷ്ടമായെന്നറിയാവുന്നത്. കാരണം എന്നറിയോ, അവർ പറഞ്ഞു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഭയങ്കര പെർഫെക്റ്റ് കാസ്റ്റിംഗ്. അപ്പോൾ വെച്ചാൽ ആ സിനിമ ടോട്ടാലിറ്റിയിൽ ഇങ്ങനെ എല്ലാവരും അതിനകത്ത് നല്ലത് ചെയ്തപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനെയും എല്ലാവരും അങ്ങ് സ്നേഹിച്ചു. അതാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. അതാണ് എന്നോട് ചോദിക്കരുത്, എനിക്കറിയാൻ പറ്റില്ല. എനിക്ക് ന്യൂ ജനറേഷൻ എന്താണെന്ന് അറിയാൻ പറ്റില്ല. എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയാം, എൻ്റെ തോന്നൽ മാത്രമാണ്. കുറേ അത് കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ മറ്റേ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം
ഒരു 2010 മുകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മെയിൻ വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ തിയേറ്ററിൽ ആൾ വരുള്ളൂ എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതങ്ങ് മാറിയിട്ട് കൊച്ചു അപ്പോൾ അതുകൊണ്ടാണ് വെച്ചാൽ അവർക്ക് പറ്റിയ കഥകൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, മനസ്സിലായോ? മറിച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു കഥ പറഞ്ഞ് അവരല്ലാത്ത വേറെ കൊച്ചു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല, കാരണം തിയേറ്ററിൽ ആൾ വരില്ല എന്ന് പറഞ്ഞു. ആ അവസ്ഥ അങ്ങ് മാറി. ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുക, ഡിഫറെൻ്റായിട്ട് പുതിയ ആളാണേലും അല്ല ഇപ്പോൾ അത്ര വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് ആയാലും കുഴപ്പമില്ല, നല്ല ഡിഫറെൻറ്റ് കഥയാണ്, ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ ആണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ജനങ്ങൾ ഒരു ഇത് തന്നു. അതുകൊണ്ടാണ് അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ അങ്ങനെ വന്ന സിനിമകളെയാണ് നമ്മൾ ഈ ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്നത്. ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ അല്ലാത്ത സിനിമകൾ ഓടാൻ തുടങ്ങിയതാണ് ആ ട്രെൻഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തുടക്കം മമ്മി ആൻഡ് മിയ 2010 ഈ അടുത്ത കാലത്തെ തുടക്കം. അതിന് മുമ്പ് രാംജി റാവ് ഉണ്ട്, ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഇതാട്ടോ. അതിന് മുമ്പ് വേറെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നൊക്കെ പറയുന്നത്. ആ ട്രെൻഡ് മമ്മി ആൻഡ് മീ. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ മറ്റേ എൽസമ എന്ന ആൺകുട്ടി, അത് കഴിഞ്ഞ് വിനീത് ശ്രീനിവാസൻ്റെ പടം വന്നു, അത് കഴിഞ്ഞ് ട്രാഫിക് വന്നു, സോൾട്ട് ആൻഡ് പെപ്പർ വന്നു, അങ്ങനെ ചാപ്പാക്കുരിശ് വന്നു. പക്ഷേ ഈ പടങ്ങളിൽ എക്സ്ട്രാ ഓർഡിനറി സബ്ജക്റ്റ് ആയിരുന്നു ഒറ്റ പടമുള്ളൂ, ട്രാഫിക് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നോർമൽ സബ്ജക്റ്റ് തന്നെ, അത് രസകരമായും വേറെ നല്ല സ്ക്രിപ്റ്റിങ്ങിലൂടെയും രസകരമായ പ്രസൻറ്റേഷനിലൂടെയും ഓടിയതാണ്. പക്ഷേ വെച്ചാൽ ഈ ട്രാഫിക് വന്നപ്പം എല്ലാവരും പെട്ടെന്ന് അതിനെ റിയലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത് ഫ്രം ട്രാഫിക് എന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കൊരു ഇത് വന്നു, കുറച്ച് ഓപ്പണായിട്ട് വൾഗറായിട്ട് സംസാരിച്ചാൽ അത് പറഞ്ഞ് ന്യൂ ജനറേഷൻ തൊട്ടാകുന്നു പറഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ന്യൂ ജനറേഷൻ സിനിമ ഒന്ന് ഭയങ്കര സംഭവം ഇതെന്ന് പറയുന്നുണ്ട്, എത്രയോ സിനിമകൾ ഓടാതെ പോകുന്നുണ്ട്, അതാരും ചിന്തിക്കുന്നില്ല. അതുപോലെയൊക്കെ തന്നെയുള്ളൂ. സൂപ്പർ സ്റ്റാറിൻ്റെ 8 പടം ഇറങ്ങുമ്പോൾ ചിലപ്പം 2 ഓടിയെന്നോ 3 ഓടുന്നുള്ളൂ, ബാക്കി ഓടാൻ പോകുന്നുണ്ടായിരിക്കും. ഇത് തന്നെ ന്യൂ ജനറേഷൻ സിനിമയ്ക്കും പറ്റുന്നുണ്ട്. 10-15 പടം ഇറങ്ങുമ്പോൾ അതിനകത്ത് 2 ഓടുന്നത്. അപ്പോൾ നല്ല സ്ക്രിപ്റ്റ്, ഞാൻ എന്നും വിശ്വസിക്കുന്നതില്ല. നല്ല ബാക്ക് ബോൺ, അതാണ് സിനിമയുടെ ബാക്ക് ബോൺ. അതാണ് ആർട്ടിസ്റ്റ്. അപ്പോൾ താരമല്ലെങ്കിലും പുതിയ ആൾക്കാരാണെങ്കിലും വിജയിക്കാൻ ചാൻസ് ഉണ്ടോ? സിനിമ ഞാൻ പറഞ്ഞല്ലോ, സിനിമയുടെ സോള് സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് ഒരു ഫുൾ എഡിറ്റഡ് സ്ക്രിപ്റ്റ്. ഞാൻ ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അതിനും വേറൊരു വിഷയമുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കം പേര് നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ ചിലപ്പോൾ ഒന്നും കാണിയല്ലേ പലർക്കും. ഇപ്പം നമ്മുടെ രഞ്ജിത്തേട്ടനൊക്കെ എഴുതുന്നത് നല്ല ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റാണ്. അങ്ങനത്തെ പക്ക, അതായത് ആ സ്ക്രിപ്റ്റ് നോക്കിയാൽ വിത്ത് വിഷ്വൽ നമുക്ക് കാണാവുന്ന സ്ക്രിപ്റ്റ്. അങ്ങനത്തെ ഒരു ഫുള്ളി എഡിറ്റഡ് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഒരു സിനിമയുടെ 70% ജോലി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ആർട്ടിസ്റ്റ് പെർഫോമൻസ്, ഫോട്ടോഗ്രാഫി, ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി ഈ സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറയുന്നല്ലോ, എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ച് ചില സിനിമകൾ വന്നു എന്ന്, ഭയങ്കര ഗിമ്മിക്സും ഭയങ്കര വിഷ്വൽസും എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ വന്നു. പക്ഷെ ഓടിയില്ല. എന്താ? അൾട്ടിമേറ്റ്ലി ഇതൊരു കഥ പറച്ചിലാണ്. ആ കഥയിലേക്ക് ജനങ്ങളെ പിടിച്ചിരുത്തണം. അത് സ്ക്രിപ്റ്റിംഗ്, അതിൻ്റെ സീൻ ഓർഡർ, അത് ശരിയായില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അല്ല, ഇതിനെ തന്നെ അറിയോ, ഒരു വ്യത്യാസമുണ്ട്. നാട്ടിൻപുറം അല്ല പ്രശ്നം, ടൗണും അല്ല പ്രശ്നം. നാട്ടിൻപുറത്തെയും രീതികൾ മാറി. പുതിയ ജനറേഷൻ നാട്ടിൻപുറമാണ് ഇപ്പം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഭാര്യയും ഭർത്താവും, ഭർത്താവ് ഭാര്യനെ ഇട്ട് പീഡിപ്പിക്കുന്നു, ഭാര്യ സഹിച്ച് ത്യാഗം ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ ഓടിയല്ല. കാരണം ഇന്നങ്ങനെ ത്യാഗം സഹിക്കാൻ ഭാര്യയൊന്നുമില്ല, നീ ഓടാന്ന് പറയും. ആ ആറ്റിറ്റ്യൂഡിലെ മാറ്റം ക്യാരക്ടേഴ്സിനുണ്ടാവണം. അത് നാട്ടിൻപുറത്താണേലും ഓക്കെ. അതല്ലാതെ നമ്മളിപ്പോഴും എൻ്റെ ഭർത്താവ് ഞാൻ കാലുകൊണ്ട് വന്നിക്കുന്നു എന്ന് പറയുന്നതൊക്കെ ആൾക്കാർ പറയും. പിന്നെ ഇങ്ങനത്തെ ഉണ്ടായിരിക്കാം. ഇപ്പോൾ 1,00,000-ൽ 10 പേരുണ്ടാവില്ല, 1000 പേരുണ്ടായിരിക്കാം. പക്ഷെ മജോറിറ്റിയും മറ്റേ രീതിയിലായതുകൊണ്ട് അവരതിനെ തള്ളിക്കളയും, സ്റ്റുപ്പിഡ് എന്ന് പറയും. അതാണ് പ്രശ്നം. ആ ഒരു നാട്ടിൻപുറത്തെ കഥ പറഞ്ഞാലും ഇപ്പോഴും വിജയിക്കും. പക്ഷെ ആ നാട്ടിൻപുറത്ത് എന്താണോ ആ ക്യാരക്ടേഴ്സ് അതുപോലെ പറയാം, മാത്രമേ. അപ്ഡേറ്റ് ചെയ്യണം. കാരണം അതെനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതൽ സാധാരണക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ഇപ്പോൾ പ്രശ്നം എവിടെയാണെന്നറിയോ, സിനിമ 1-2 കഴിയുമ്പോഴത്തെ പിന്നെ AC മുറിയിലായി ഡിസ്കഷൻ. ഞാൻ ഈയിടെ അതിനെക്കുറിച്ച് ഒരു ചർച്ചയിൽ ഇങ്ങനെ സിനിമാ ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യണം. അതാന്ന് പറഞ്ഞപ്പം ഒരു പ്രമുഖനായ ഒരു ടെക്നീഷ്യൻ
പറഞ്ഞു അത് തെറ്റാണ് പറയുന്നത്, അവർക്ക് സിനിമ എന്താണെന്ന് അറിയില്ല, നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു മണ്ടത്തരം പറയുന്ന മനുഷ്യരോട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സിനിമ അറിയില്ല, പ്രേക്ഷകർക്ക് സിനിമ അറിയാവുന്നത്, അവർക്ക് എന്താ വേണ്ടതെന്ന് അവർക്കല്ലേ അറിയാവുന്നത്. ഇപ്പോൾ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ടൊയോട്ട എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയെ കൊണ്ട് ലോഞ്ച് ചെയ്യുന്നതിന് 3 വർഷം മുമ്പ് അവരിവിടെ വന്ന് മാർക്കറ്റ് സ്റ്റഡി നടത്തി. കൊമേഴ്ഷ്യൽ സിനിമയുടെ കാര്യമാട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം ഞാനുണ്ടാക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ഭയങ്കര ഒരു വേറെ ടൈപ്പ് പടമാണെങ്കിൽ ഞാൻ എൻ്റെ മാത്രം നോക്കിയാൽ മതി. കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യണമെങ്കിൽ പ്രേക്ഷകർക്ക് എന്താണ് താല്പര്യം എന്നുള്ളത് നമ്മൾ അറിയണം. അതിന് അവരുമായിട്ട് ഫീഡ്ബാക്ക് വേണം. നമ്മുടെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് അവരുടെ മുമ്പിലേക്ക് അല്ല കഥ മുമ്പിലേക്ക് ഇട്ടിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഞാൻ ഒരു ടൈപ്പ് ആൾക്കാരുമല്ല, ചെറുപ്പക്കാരുമായിട്ട് മാത്രമല്ല, ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് മുഴുവൻ ഡിസ്കസ് ചെയ്യും. ചെറുപ്പക്കാരുണ്ട് അതിനകത്ത്, ഓട്ടോ ഓടിക്കുന്ന റേഞ്ചിലുള്ള അങ്ങനത്തെ പിള്ളേരുണ്ട്, ഒരു 70 വയസ്സായ കപ്പിൾ ഒരിതുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ഉണ്ട്, ഇതുണ്ട്, ഹൗസ് വൈഫ്സ് ഉണ്ട്. ഞാനിങ്ങനെ കഥ പറയും അവരോട്, എനിക്കറിയാവുന്ന ആൾക്കാരെ ഞാൻ പറയും നിങ്ങൾക്ക് തോന്നുന്നു പറയുക, നിങ്ങൾക്ക് എന്ത് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു, അതിനകത്ത് അയ്യേ കൊള്ളിയാൽ ഇത് എൻ്റെത്, അങ്ങനെ പറഞ്ഞേക്കണം. ആ ഫീഡ്ബാക്ക് വേണം. പ്രത്യേകിച്ചും തന്നെത്താൻ എഴുതി സംവിധാനം ചെയ്യുന്നവർക്ക് അത് മസ്റ്റായിട്ട് വേണം. കാരണം എന്നാണെന്നറിയോ, തന്നെത്താൻ എഴുതി സംവിധാനം ചെയ്യുന്നവർക്ക് വേറെ ബ്രെയിൻ ഇതിനകത്ത് വരുന്നില്ല, എൻ്റെ മാത്രം. അപ്പം ഞാൻ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ വേ ഓഫ് തിങ്കിങ് മാത്രം പോയിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ 1-2 ഓക്കെ, പക്ഷെ പിന്നെ അത് ചെയ്യുമ്പോൾ നമ്മൾ ഇതാവും. ശരിയാണ്, വിമർശനങ്ങൾ വരുമ്പോൾ നമുക്ക് ഇച്ചിരി വിഷമമൊക്കെ തോന്നും, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ടോട്ടാലിറ്റിയുടെ ഗുണത്തിനത്. അല്ല, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ എഴുതുന്നു, 2-3 എല്ലാവർക്കും തോട്ടുകൾ ഒരു കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും തീരും, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകും. അപ്പം നമ്മുടെ പിന്നെ എനിക്ക് ചില ചിന്താഗതികളുണ്ട് ലൈഫിനെക്കുറിച്ച്, ഓരോ ഇതിനെക്കുറിച്ച്. അപ്പം ഞാനൊരു സംഭവം ഇങ്ങനെ എഴുതി പോകുമ്പോഴത്തേക്കും എൻ്റെ ചിന്താഗതിയിലൂടെ മാത്രമാണ് ആ സിനിമ പോകുന്നത്. അത് അപകടമാണ്. അപ്പോൾ മറ്റുള്ളൊരു ചിന്താഗതി അറിയണമെങ്കിൽ നമ്മളത് ഫീഡ്ബാക്കിന് ഇടണം. വേറൊരാൾ എഴുതുമ്പോൾ എന്നാണെന്നറിയോ, വേറൊരാളൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുമ്പോൾ അവിടെ ഒരു ഡയറക്ടറുണ്ട്. ഡയറക്ടർ വന്നിട്ട് അയാളിപ്പോൾ പറയാം, ഒരുവിധം നമുക്ക് സെൻസുള്ള ഒരാളാണ്, അയാൾ പറയും ഇല്ല ഇതിങ്ങനെയല്ല. അപ്പോൾ അവിടെ ഡിസ്കഷൻ വന്നു, അപ്പോൾ അവിടെ ക്യാമറമാൻ വരുമ്പോൾ ആ ഡിസ്കഷൻ വന്നു. അങ്ങനെ പലരും വന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിനകത്തുനിന്നൊരു തീരുമാനം ഉണ്ടാക്കും. ഇപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റിനകത്ത് ഞാൻ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ, കഥ വരുമ്പോൾ ഞാൻ പലരും ഡിസ്കസ് ചെയ്യും. അതൊരു 1 ലൈൻ ഡീറ്റെയിൽ 1 ലൈനോ സ്ക്രിപ്റ്റൊക്കെ ആകുമ്പോൾ വീണ്ടും ചിലപ്പോൾ വായിക്കും, ചിലർക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കും. അങ്ങനെ വായിച്ച് കഴിയുമ്പോൾ അവരുടെ ഒപ്പീനിയൻസ് എടുക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഞാൻ ഇപ്പോൾ 20 പേർക്ക് ഞാൻ ഇത് സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുത്തു. ഒരു പർട്ടിക്കുലർ ഏരിയ ക്ലൈമാക്സിൽ ഇന്നൊരു പ്രശ്നമുണ്ട് എന്ന് 20 പേരിൽ 15 പേരും പറയുകയാണെങ്കിൽ അപ്പോഴേ മാറ്റിയേക്കുക. പക്ഷേ അതിനകത്ത് 2 പേര് പറഞ്ഞു ക്ലൈമാക്സ് കുഴപ്പമുണ്ട്, വേറെ 2 പേര് പറഞ്ഞു ക്ലൈമാക്സ് ഉഗ്രനാണ്, വേറൊരാൾ പറഞ്ഞു അല്ല ഇന്ന ഏരിയയില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ചിന്താഗതിയിലെ നമ്മുടെ എന്താ പറയുക വ്യൂ പോയിൻറ്റ്സിൻ്റെ വ്യത്യാസമാണ്. ഞാൻ പേര് വിട്ടുപോയി, സൂരജിൻ്റെ ചിന്താഗതി ആയിരിക്കണം എന്നില്ല എനിക്ക്. ഒരു സിനിമയെ കാണുമ്പോൾ ഞാൻ കാണുന്ന പോലെയല്ല സൂരജ് കാണുന്നത്. ആ ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ ടോട്ടാലിറ്റിയിൽ നമ്മൾ ഒരേ ചിന്താഗതിയിലായിരിക്കും. അപ്പം ഇത് പ്രശ്നമില്ല. പക്ഷേ ഒരേ പോയിന്റിൽ മജോറിറ്റി ആൾക്കാരും പറയുന്നുണ്ട്, പിന്നെ ഒന്നും ആലോചിക്കേണ്ടത് മാറ്റിയാൽ മതി. അതേസമയം ഒരേ പോയിന്റിൽ തന്നെ എല്ലാവരും പറയും അത് ഉഗ്രനായിരുന്നു എന്ന് പറഞ്ഞാൽ, അതേപോലെ പറഞ്ഞ് യുനാനിമസ് ആയിട്ട് എല്ലാവരും ഈ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞും സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും പറഞ്ഞതാണ് ഡൈനിങ് റൂം സീൻ നമ്മുടെ മൈ ബോസിലെ. അത് കേരളത്തിൽ എല്ലായിടത്തും തിയേറ്റർ ഇളകി പറഞ്ഞിട്ടുണ്ട് ഡൈനിങ് റൂം സീൻ. കാരണം അത്ര രസമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ അങ്ങനെയുള്ളൊരു ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ പ്രശ്നമാകും. അപ്പം തന്നെത്താൻ എഴുതി ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കണം. പിന്നെ സ്വയം നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് തോന്നാതിരിക്കുക. സിനിമയ്ക്ക് ഒരു പരിധിവരെ സംഘടനകൾ ചില കാര്യങ്ങൾക്ക് സംഘടന